സഹോദരങ്ങളെ, നാം ഇരുളിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിടുതൽ നേടി അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാം. ഈ മഹത്തായ വിമോചനം നമ്മിൽ വിശ്വാസം ഉറപ്പിക്കണം. പാപക്കറകൾ കഴുകിക്കളഞ്ഞ് അവിടുന്ന് നമുക്ക് പൂർണ്ണമായ പാപമോചനം നൽകി കുരിശുവഴി. ഈ രക്ഷ നമ്മെ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നു. അവിടെ സ്നേഹവും ക്ഷമയും നമ്മുടെ ജീവിതത്തെ ഭരിക്കണം. മാനസാന്തരപ്പെട്ട് ദൈവപുത്രനായ മിശിഹായെ സകല സൃഷ്ടികളുടെയും മുമ്പനായി ഒന്നാമനായി അംഗീകരിക്കണം. ദൃശ്യവും അദൃശ്യവുമായ സകലതും കർത്താവിൻ്റെ കരവിരുതാണ്. എല്ലാം അവിടുത്തേക്ക് വേണ്ടി ആണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. അവിടുന്നാണ് നമ്മുടെ സഭയുടെ ശിരസ്. ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യനായി അവിടുന്ന് മരണത്തെ കീഴടക്കി. എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് പ്രഥമ സ്ഥാനം അർഹിക്കുന്നു. നമുക്ക് അചഞ്ചലമായ വിശ്വാസത്തോടെ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കാം. നമ്മളുടെ അഹങ്കാര ചിന്തകൾ മാറ്റിവെച്ച് ഒന്നാം സ്ഥാനം ദൈവത്തിന് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നമ്മുടെ മനസ്സിൽ സ്ഥാനം നൽകാം. അവിടുത്തെ സ്നേഹം അനന്തമാണ്. അത് നമ്മെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ ആഴപ്പെടാൻ നാം ഓരോ നിമിഷവും പരിശ്രമിക്കണം. ആ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നാണ് വേണ്ടത്. പരസ്പരം ക്ഷമിച്ചുകൊണ്ട്, ക്ഷമ ചോദിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തിന് നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നത് അവിടുത്തെ കരുണയിൽ ശരണപ്പെടാൻ നമ്മെ സഹായിക്കുന്നു. ഈ വിശ്വാസം സഹോദരങ്ങളെ നമ്മെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നയിക്കും. ദൈവരാജ്യത്തിനായുള്ള നമ്മുടെ യാത്രയിൽ അവിടുത്തെ ഹിതം നിറവേറ്റാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. ഓരോ ദിവസവും സ്നേഹത്തിലും വിശുദ്ധിയിലും വളരാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ കൃപ നമ്മിൽ നിറഞ്ഞു നിൽക്കട്ടെ. ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പ്രവാചകരായി, കർത്തൃ സാക്ഷികളായി നമുക്ക് മാറാം. കർത്താവ് നമ്മുടെ ഈ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ.